പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇംപെക്സിൻ്റെ ഗൂഗിൾ ടിവിയിൽ എങ്ങനെ റിമോട്ട് പെയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഗൂഗിൾ ടിവിയിൽ തന്നെ ഇംപെക്സിൻ്റെ ഗൂഗിൾ ടിവിയിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ തന്നെ നിങ്ങൾക്ക് റിമോട്ട് മെയിനായിട്ട് പെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ടി വി എങ്ങനെ റിമോട്ട് പെയർ ചെയ്ത് കാണാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ റിമോട്ടിൽ തന്നെ നിങ്ങൾക്ക് കണ്ടില്ല, അതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിമോട്ട് പെയർ ചെയ്യേണ്ട ഓപ്ഷൻ അതിൽ കാണിക്കും. ഇനി നിങ്ങളുടെ ടി വി റിമോട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല. ടി വിയിൽ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒരു സിമ്പിൾ അതിൽ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് വോയിസ് സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഥവാ റിമോട്ട് നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ചാനൽ മാറ്റാനൊക്കെ പറ്റും. പക്ഷേ വോയിസ് അസിസ്റ്റൻ്റ് മാത്രം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ റിമോട്ട് പെയർ ചെയ്തിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആദ്യം റിമോട്ടിലെ വോളിയം ഡൗൺ ബട്ടണും പിന്നെ ബാക്ക് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്. അത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമോട്ട് നിങ്ങൾക്കിപ്പം പ്രസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒരുമിച്ചാണ് പ്രസ് ചെയ്യേണ്ടത്. അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ട് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾ ആ രണ്ട് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു കണ്ടില്ലേ, ഒരു വയർലെസ്സിൻ്റെ ഒരു ബട്ടൺ സിമ്പിൾ അതിൽ കാണിക്കും. എന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പം അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. കണക്റ്റഡ് ആയതിനു ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ആ ഗൂഗിൾ അസിസ്റ്റൻ്റ് ബട്ടണിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നുണ്ട്, ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫങ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ന്യൂ മൂവി സോങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തായിരുന്നു. വോയിസ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ ഒരു സെർച്ച് അതിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്കിപ്പം വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ആ വോയിസ് സെർച്ച് വെച്ച് ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻ തന്നെ നിങ്ങൾക്ക് ആ ടി വിയിൽ കാണിക്കുന്നതാണ്. ഇനി ഓപ്പൺ യൂട്യൂബ് എന്ന് പറഞ്ഞു, ഇതൊക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇനി യൂട്യൂബ് ഓപ്പൺ ആകുന്നതാണ്. നിങ്ങൾക്ക് ഒരു റിമോട്ട് കൊണ്ട് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വോയിസ് സെർച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഒരു ഫങ്ഷനും ഇതുവഴി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ യൂട്യൂബ് എടുത്തതിന് ശേഷം തന്നെ ഇപ്പം ന്യൂ മലയാളം മൂവി സോങ് എന്ന് പറഞ്ഞ് അടിച്ചു. അതുപോലെ തന്നെ അവരെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഇപ്പം ഗൂഗിൾ ടി വിയിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ, അതായത് നമുക്ക് ഈ ഒരു ഗൂഗിൾ യൂസർ ഇൻ്റർഫേസ് ഇതേപോലെ കാണിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നോർമൽ നമുക്ക് ബേസിക് ടി വിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് റിമോട്ട് വഴി ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അത് ഡിസ്കണക്റ്റ് ആയി പോയാലും നിങ്ങളുടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കയറി അതിൽ ബ്ലൂടൂത്ത് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ഏറ്റവും എൻഡിലായിട്ട് തന്നെ ഓൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും താഴെ ബ്ലൂടൂത്ത് എന്നുള്ള ഫംഗ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ പയർ ആക്സസറീസ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണക്റ്റഡ് അല്ലെങ്കിൽ തന്നെ അതിൽ ആ ഒരു ഓപ്ഷൻ അതിൽ കാണിക്കുക. അത് ജസ്റ്റ് കണക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇംപെക്സിൻ്റെ ഗൂഗിൾ ടി വിയിൽ ഈ ഒരു വോയിസ് അസിസ്റ്റൻ്റ് റിമോട്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ വോയിസ് അസിസ്റ്റൻ്റ് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് റിമോട്ട് പെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.